കെ.പി. തലസ്ഥാനത്ത് ഞെട്ടിച്ചൊരു ക്രൂരതയുടെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ ക്രൂരത എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം ഉള്ള ഒരു അല്ലേ, കാരണം മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ, അതും ഒരു അച്ഛനും അമ്മയ്ക്കും. അതെ, അതാണ് അച്ഛനും അമ്മയെന്നൊക്കെ വിളിക്കാൻ പാടുണ്ടോ? ആ പിഞ്ചോമനയുടെ മുഖം കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ചത് കൊടും ക്രൂരതകൾ അനുഭവിച്ചതിന് പിന്നാലെ. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകളാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകളുണ്ട്. ജനനേന്ദ്രിയത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അമ്മ അഖില ശ്രമിച്ചതായും കണ്ടെത്തലുണ്ട്. പ്രതികളായ അമ്മയെയും രണ്ടാനച്ഛനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങൾ നൽകാൻ വീണ ചേർന്നുണ്ട്. വീണ, അമ്മ അച്ഛൻ ഈ രണ്ട് പദത്തിനും അവർ രണ്ടുപേരും അർഹരല്ല. ആ പിഞ്ച് കുഞ്ഞിനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കുഞ്ഞ് കരയുമ്പോൾ അത്തരത്തിൽ തലക്കടിക്കുക, സിഗരറ്റ് ഉപയോഗിച്ച് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കുക. ആ കുഞ്ഞു ബാലൻ എത്രത്തോളം നരകയാതനയാണ് അനുഭവിച്ച് മരണത്തിലേക്ക് കീഴടങ്ങിയത്? എന്താണ് ആ കേസിന്റെ വിശദാംശങ്ങൾ? ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒപ്പം ഈ നരാധമരായ അച്ഛനും അമ്മയും എന്നും വിളിക്കാൻ അവകാശമില്ലാത്തവർക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്? ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായോ? അശ്വതി, അതിൽ ഒരു തിരുത്തുണ്ട്. അച്ഛനല്ല, അമ്മയുടെ പങ്കാളിയാണ്. രണ്ടാൻ അച്ഛനെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ആ സ്ഥാനത്ത് പോലും അർഹനല്ല എന്നുള്ളതാണ്. ഈ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. കൊടും ക്രൂരതയാണ്. മനസാക്ഷി മരവിപ്പിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അറിയുന്നത് എന്നുള്ളതാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ജനനേന്ദ്രിയത്തിലടക്കം ആഴമുള്ള മുറിവേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകളുണ്ട്. കുഞ്ഞ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഈ അമ്മയുടെ പങ്കാളിയായ അഷ്കറിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനത്തിനാണ് ഇരയായിട്ടുള്ളതെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അതായത് അമ്മ വീട്ടിലില്ലാതിരുന്ന സമയത്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു, ചോറ് തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് അമ്മയുടെ പങ്കാളിയായ അഷ്കർ പറയുന്നത്. തുടർന്ന് കുഞ്ഞ് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം നെടുമങ്ങാട് പോലീസ് കേസെടുത്തതെന്നുള്ളതാണ്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കുഞ്ഞിന്റെ മരണം, അത് കുഞ്ഞ് കൊടും വേദനകൾക്കും ക്രൂരതകൾക്കും ഇരയായാണ് ജീവൻ വെടിഞ്ഞതെന്നുള്ളതാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമനെയാണ് ക്രൂരതയ്ക്ക് ഇരയായതെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മയായ അഖിലയ്ക്ക് ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പങ്കാളിയായ അഷ്കർ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അമ്മയ്ക്ക് അറിയാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അമ്മയെയും അമ്മയുടെ പങ്കാളിയായ അഷ്കറിനെയും ചോദ്യം ചെയ്യുന്നത്. ചില ചോദ്യങ്ങളോട് അഷ്കർ പ്രതികരിക്കുന്നില്ല എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. മൗനമായിട്ടാണ് പ്രതികരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അമ്മ പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞിന്റെ മരണം സംഭവിച്ച സമയത്ത് തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് കുഞ്ഞിന്റെ പിതാവ്, അഖിലിന്റെ പിതാവായ കുഞ്ഞിന്റെ മുത്തച്ഛനായ സുനിൽകുമാർ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹമാണ് പോലീസിന് പരാതി നൽകിയത്. ഇതിൽ അന്വേഷണം വേണമെന്നടക്കം അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഈ കുഞ്ഞ് മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുഞ്ഞിന്റെ 2 കൈ ഒടിഞ്ഞ് പൊട്ടലേറ്റ് പ്ലാസ്റ്റർ ഇട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലടക്കം അന്നു മുതലാണ് ഈ മറ്റ് ബന്ധുക്കൾക്ക്, മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ അസ്വാഭാവികത തോന്നി തുടങ്ങിയെന്നുള്ളതാണ്. ഒപ്പം തന്നെ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തിയിരുന്നു എന്നും കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ 1.5 വയസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ പുറത്തു വരുന്നത്. കെ.പി. അശ്വതി. തന്നെയാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ഈ ഒരു ക്രൂരത? കാരണം രണ്ടാനച്ഛനാണ്, അമ്മയാണ്. മൃഗങ്ങൾ പോലും ചെയ്യില്ല കെ.പി. സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ. എന്തായാലും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് മൃഗങ്ങൾ, മൃഗം എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. മൃഗങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയായിരിക്കും അല്ലേ? കാരണം അവർക്ക് പോലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെ പറ്റുന്നു? കാരണം ഇങ്ങനെയുള്ളവരെ അത്തരത്തിൽ ശിക്ഷിക്കണം അല്ലേ? അത്തരത്തിൽ തന്നെ ശിക്ഷിക്കണം, മാതൃകാപരമാകണം. ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളാണ് ഈ അമ്മയുടെയും അല്ലെങ്കിൽ രണ്ടാനച്ഛനൊക്കെ വിശേഷിക്കപ്പെടുന്ന പങ്കാളികളിൽ നിന്നൊക്കെ അതിക്രൂര പീഡനമേറ്റ് മരണപ്പെട്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത് നമുക്ക് വെച്ച് പൊറുപ്പിക്കാനാകില്ല. പ്രത്യേകിച്ച് ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് അനുഭവിച്ച നരകയാതന നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും ഒരു പരിമിതിയുണ്ട്. കാരണം അത്രത്തോളം വേദന അനുഭവിച്ചാണ് അവൻ യാത്രയായത്. കൂടുതൽ പറഞ്ഞ് നമുക്കിനി ഒരു വിഷമത്തിലേക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല അല്ലേ?